എല്ലാവർക്കും ത്രീ കിങ്സിൻ്റെ ഹിരോഷിമ നാഗസാക്കി കിസ് വീഡിയോയിലേക്ക് സ്വാഗതം. സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി. സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി വെള്ളരിപ്രാവ്. വെള്ളരിപ്രാവ്. ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം അമേരിക്ക. അമേരിക്ക. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധം. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6. ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ജപ്പാൻ. ജപ്പാനിലാണ് ഹിരോഷിമയും നാഗസാക്കിയും. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചതെന്ന്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചതെന്ന് 1945 ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ. 6.4 കിലോ ഭാരമുണ്ടായിരുന്നു. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്നാണ്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്നാണ് 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് ഏത്? ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ്. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ. പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിനു പകരം. പേൾ ഹാർബർ എന്നാണ് ജപ്പാൻ ആക്രമിച്ചത്? പേൾ ഹാർബർ ആക്രമണം 1941 ഡിസംബർ 7. 1941 ഡിസംബർ 7. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആര്? ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ പോൾ ടിബറ്റ്സ്. പോൾ ടിബറ്റ്സ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഡയറിക്കുറിപ്പായി എഴുതിയത് ആര്? ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക്. കയ്യിൽ സമാധാനപ്രാവുമായി നിൽക്കുന്ന ഏത് പെൺകുട്ടിയുടെ സ്മാരകമാണ് ജപ്പാനിലുള്ളത്? സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആര്? നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റാണ് ക്യാപ്റ്റൻ മേജർ സ്വീനി. ക്യാപ്റ്റൻ മേജർ സ്വീനി. ലോകത്താദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം. ലോകത്താദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഹിരോഷിമ. ലോകത്താദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട രാജ്യം ജപ്പാൻ. ലോകത്താദ്യമായി അണുബോംബ് ഇട്ട രാജ്യം അമേരിക്ക. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിന്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട കുട്ടി. സഡാക്കോ സസാക്കി. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം വിശാലമായ ദ്വീപ്. വിശാലമായ ദ്വീപ്. അന്താരാഷ്ട്ര സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനം എന്ന്. അന്താരാഷ്ട്ര സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനം സെപ്റ്റംബർ 26. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലർ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്. നാഗസാക്കിയിൽ ബോംബിട്ട വിമാനം ഏത്? ബോസ്കർ. നാഗസാക്കിയിൽ ബോംബിട്ട വിമാനം ബോസ്കർ. അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണം അറിയപ്പെട്ടിരുന്നത് ഒരു രഹസ്യ പേരിലായിരുന്നു. എന്താണ് പേര്? മാൻഹാട്ടൻ പദ്ധതി. മാൻഹാട്ടൻ പദ്ധതി. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതി എഴുതിയതാര്? പ്രൊഫസർ എസ് ശിവദാസ്. പ്രൊഫസർ എസ് ശിവദാസ്. ജപ്പാൻ സൈന്യത്തിന്റെ പേരെന്താണ്? ജപ്പാൻ സൈന്യത്തിന്റെ പേര് സെക്കൻഡ് ജനറൽ ആർമി. സെക്കൻഡ് ജനറൽ ആർമി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിടാൻ നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിടാൻ നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ്? ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം 1914 മുതൽ 1918 വരെ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയുടെ ഭരണാധികാരി ആര്? ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലർ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം സഡാക്കോ സസാക്കി എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645 കൊക്കുകളെ.
ലിറ്റിൽ ബോയ് എന്ന ബോംബിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു? ലിറ്റിൽ ബോയ് എന്ന ബോംബിൻ്റെ നീളം 3 മീറ്റർ, 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവും. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോലഗെ. എനോലഗെ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് താർ മരുഭൂമിയിലെ പൊഖറാൻ. താർ മരുഭൂമിയിലെ പൊഖറാൻ. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. ബുദ്ധൻ ചിരിക്കുന്നു. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മകമായ വസ്തു എന്തായിരുന്നു? പ്ലൂട്ടോണിയം 239. എന്നാൽ ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഏത് മൂലകമാണ്? യുറേനിയം 235. യുറേനിയം 235. ഹിരോഷിമയിൽ ബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? B-29 എനോലഗെ. B-29 എനോലഗെ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ഹോമി ജെ ഭാഭ. ഹോമി ജെ ഭാഭ. UN രൂപം കൊണ്ടതെന്ന് 1945 ഒക്ടോബർ 24. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് 1939.